പെൺപോരാട്ടത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലിംഗസമത്വത്തിനും വേണ്ടി കൈകോർക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും. സ്ത്രീകളുടെ കഴിവുകൾ അംഗീകരിക്കാനും അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകാനും സജ്ജരാകേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നു. സനിസ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിനമായിട്ട് എന്താ പരിപാടി? സേതു, വെരി ഗുഡ് മോർണിംഗ്. കൂടാതെ തന്നെ എല്ലാവിധ വനിതാ ദിനാശംസകളും എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്കും സേതുവിനും എല്ലാവർക്കും നേരുന്നു. നമുക്കറിയാം, ലോകത്തെ തന്നെ അവകാശ പോരാട്ടങ്ങളുടെ, സ്ത്രീകൾ നടത്തിയ അവകാശ പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഈ വർഷത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഗിവ് ടു ഗെയിൻ എന്നാണ്. ഈ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതോടെ, സ്ത്രീകൾ ഈ ശാക്തീകരണം ആവുന്നതോടുകൂടി അത് സമൂഹത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നു, സ്ത്രീകളുടെ ഓരോ മുന്നേറ്റവും നേട്ടവും സമൂഹത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നതാണ് ഇത്തവണത്തെ സന്ദേശം, വനിതാ ദിന സന്ദേശം ഊന്നൽ നൽകുന്നത്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് സേതു ഞാൻ നമ്മുടെ ഈ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു ഹെൽത്ത് ക്യാമ്പ് നടക്കുകയാണ്. അവിടെയുള്ള ആളുകളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വനിതാ ദിനാശംസകൾ മാം. ഹാപ്പി വിമൻസ് ഡേ. എന്തൊക്കെയാണ് ഇവിടെ പരിപാടി? ഞങ്ങളിവിടെ ഒരു വനിതാ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കായിക വകുപ്പാണ് നടത്തുന്നത്. എന്താണ് വനിതാ ദിനത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത്? കായിക വകുപ്പ് എപ്പോഴും ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആണ്. അപ്പം ഞങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാവരും ഫിറ്റായിരിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നടത്തുന്ന ഒരു ക്യാമ്പാണ്. അപ്പോൾ എല്ലാവരുടെയും ആരോഗ്യം പരിരക്ഷിക്കുക, കൂടുതൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ ഇവിടെ ന്യൂട്രീഷനിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയും കൂടി സഹായങ്ങൾ നേടാം നിങ്ങൾക്ക് വരുന്നവർക്ക്. എന്തെങ്കിലും ആശംസകൾ നൽകാനുണ്ടോ പ്രേക്ഷകർക്ക്? വനിതാ ദിനമായിട്ട് എന്തെങ്കിലും സന്ദേശം? എല്ലാവർക്കും അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ. അതെ, അങ്ങനെ സേതു, ഇവിടെ ഡോക്ടറുണ്ട്, ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഇന്ന് വനിതാ ദിനമാണ്. ആദ്യം തന്നെ ആശംസകൾ നേരട്ടെ. ഇന്ന് ഇത്തരത്തിലൊരു ഹെൽത്ത് ക്യാമ്പ് നടത്തുന്നു. എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്ത്രീകളുടെ ജീവിതം എന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അവരുടെ ആരോഗ്യം, സ്ത്രീയുടെ ആരോഗ്യമാണ് ഒരു ഫാമിലി റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ അനീമിയ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനീമിയ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീനിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്റർ, കായിക യുവജന കാര്യാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. അതെ, അങ്ങനെ മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്ത്രീകൾ എത്തുന്നുണ്ട്. ഇവിടെ യങ്സ്റ്റേഴ്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. അവരുടെ കൂടെ എന്താണ് ഈ വനിതാ ദിനത്തിൽ അവർക്ക് ആശംസകൾ പറയേണ്ടത് എന്ന് നോക്കാം. എല്ലാരും ഓടി സനിസ, കുറെ പേര് ഓടുന്നു. എന്താണ് സന്ദേശം? കുറെ പേര് ഓടുന്നു. അല്ല, സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങളുടെ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഞങ്ങളോട് ഒരു GB രാജ സ്കൂളിൽ നേതൃത്വത്തിൽ ഒരു എയറോബിക്സും ജിംനാസ്റ്റിക്സ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ നടത്താനുള്ള ഒരു ഇത്. ഓടിയവരൊക്കെ എത്തിയിട്ടുണ്ട്. സേതു, എന്താണ് വനിതാ ദിനത്തിൽ പറയാറുള്ളത്? ആദ്യം ഹാപ്പി വിമൻസ് ഡേ ആണ് പറയാനുള്ളത്. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലും കായിക വകുപ്പിൻ്റെ പ്രോഗ്രാംസ് ഒന്നും ഒത്ത ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അറിയപ്പെടുന്നുമില്ല. കാരണം വനിതകൾക്ക് വേണ്ടി തന്നെ നമ്മളിപ്പം വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെ നമ്മുടെ ഏതെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയാൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കായികപരമായി റിയാക്ട് ചെയ്യുന്നത് വളരെ പുറകിലോട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വേണ്ട തരത്തിലുള്ള ക്ലാസ്സുകളും മറ്റും എടുക്കുന്നുണ്ട്. വിമൻ മാർഷൽ ആർട്സ് എന്ന പ്രോഗ്രാം നമ്മൾ SPC ലെവലിലും കായിക അധ്യാപകർക്കും സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കായിക വകുപ്പ് ഫിറ്റ്നസ്സിന് ഇപ്പം എല്ലാവർക്കും ഫിറ്റ് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ റീസെൻ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് അസുഖം മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ ചെറിയ സ്ഥലം ഉപയോഗിച്ച് എന്തൊക്കെ എക്സസൈസ് ചെയ്യാവുന്ന രീതിയിലും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാവരുടെയും ആരോഗ്യമാണ്, എസ്പെഷ്യലി വനിതകളുടെ ആരോഗ്യമാണ് മുഖ്യം. അതേ സേതു, ഈ സ്ത്രീകളുടെ മുന്നേറ്റം എങ്ങനെ സമൂഹത്തിന്റെ മുന്നേറ്റമാകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ സേതു. ഓക്കെ സനിസ, സനിസയ്ക്കും വളരെ മനോഹരമായ ഒരു വനിതാ ദിനം ആശംസിക്കുകയാണ്.